ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? പാലട. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം പാലടയാന്ന് തോന്നുന്നു. കാരണം മിക്സിലാണ് ഞാൻ മേടിച്ചേക്കുന്നത്. നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് പാല് പിഴിഞ്ഞ് വറുത്ത് ഒക്കെ അല്ലേ. ഇപ്പൊ അതിന്റെയൊക്കെ മിക്സ്ഡ് പാക്കറ്റും ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊരു പാലട ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് ഓണത്തിന്റെ ഒരു വിഭവമാണല്ലോ, പാലട പായസം. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അതുപോലെ തന്നെ നമ്മൾ ഈ ആഴ്ച തന്നെ ഓണക്കിറ്റുമായിട്ട് പോകുന്നുണ്ട്. ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 സ്ഥലത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പോകാനായിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടാവണം. നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞങ്ങളിവിടെ 4 പേരേ ഉള്ളൂ. അപ്പൊ 4 പേർക്കുള്ള പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോ അതിന് വേണ്ടിയിട്ട് 2 കവർ പാലാണ് ഇവിടെ മേടിച്ച് വെച്ചേക്കണത്. അതിന്റെ കവർ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അത് നമുക്ക് ഇവനെ അടുപ്പത്തേക്ക് വെക്കാം. ഈ ലവനൊന്ന് തിളക്കട്ടെ. നമ്മുടെ പാല് തിളച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ പാലട മിക്സ് കേട്ടോ, എല്ലാ ഐറ്റംസും അതിനകത്ത് ഉണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. ഇതിനകത്തുള്ളത് ബ്രൗൺ ഷുഗർ ആട്ടോ. നമ്മുടെ നോർമൽ പഞ്ചസാരയല്ല, അത് ബ്രൗൺ ഷുഗർ ആണ് ഞാൻ എടുത്തത്. ഇതൊന്ന് സെറ്റായി കുറുകി വരുമ്പോ നമുക്ക് ഉണക്കമുന്തിരിയും കശുവണ്ടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വറുത്ത്. പക്ഷെ ഇതിനകത്ത് ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ഇതിനകത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഇനി വറുത്ത് വേണമെങ്കിൽ ഇടാം, പക്ഷെ എൻ്റെ ഇല്ല. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കുമെന്ന്, പക്ഷെ അതില്ല കേട്ടോ. പിന്നെ പാലടയ്ക്കകത്ത് അങ്ങനെ പൊതുവെ അങ്ങനെ ഇടലൊക്കെ കുറവാന്ന് എനിക്ക് തോന്നുന്നു. എന്നെ തെറി പറയാൻ നിൽക്കണ്ട. ഓരോ ആൾക്കാർ ഓരോ രീതിക്ക് ഉണ്ടാക്കണം, ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. എന്ത് ചെയ്താലും കുറ്റവാ, എന്ത് കാണിച്ചാലും കുറ്റവാ. എന്റെ ദൈവമേ, അന്നാവിടെ നീയൊക്കെ എന്ത് ചെയ്താലും കുറ്റവാ. കഴിഞ്ഞ ദിവസം മുറ്റത്ത് പയറ് പറിക്കാൻ വേണ്ടി പോയപ്പോ ഒരു ഷോർട്സും ഒരു ബനിയനും ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേനും പറയാ, ഇതൊക്കെ ഇട്ടാണോ വീട്ടിലെ പറമ്പിലെ പുല്ല് എത്തുന്നതെന്ന്. അതിന് അങ്ങനെയൊക്കെ ഡ്രസ്സ്, അങ്ങനെ നിയമമൊക്കെ ഉണ്ടോ? ഏത് ഡ്രസ്സ് നമുക്ക് ഏതിപ്പോ ഇടാൻ തോന്നില്ല, ആ ഡ്രസ്സ് ഇട്ട് നമുക്ക് എന്ത് ചെയ്തൂടെ? ചിലപ്പോ നമുക്ക് എന്താ പറയാ, വിക്കിയിട്ട് പാചകം ചെയ്തൂടെ സ്വന്തം വീട്ടില്? എന്തൊക്കെ മനുഷ്യന്മാരാണെന്ന്. വല്ലാത്ത ജാതി ആൾക്കാര്. അവനവന്റെ വീട്ടിലെ കാര്യം നോക്കാനൊന്നും നേരമില്ല. അങ്ങ് മെനക്കെടുവാണ്, കെട്ടുവാണ് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട്. ഇനി ഇതിനകത്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇനി ഇതിനകത്ത് കൊണ്ട് മറ്റേ വറുത്തിടണം, നെയ്യിടണം എന്നൊക്കെ പറയണ്ട. നെയ്യൊക്കെ ഞാൻ ഇടും, നെയ്യ് എൻ്റെ ഉണ്ട്, ഞാൻ ഇടും. അപ്പൊ നീ എനിക്ക് ദേഷ്യം വന്നിട്ട് 2 കാലം അടുപ്പിച്ച് ഞാൻ കത്തിക്കും. നിങ്ങളല്ലേ എന്റെ പിന്നെ ഇവിടെ അടുപ്പില്ലാതായി പോയി, ഗ്യാസ് ആയിപ്പോയി. ഇവിടെ കാല് പൊക്കി, ഇനിയിപ്പോ അത് കാല് പൊക്കാൻ പറ്റുമോ? അതും പ്രശ്നമല്ലേ. ഞാൻ ഏറെക്കുറെ ഇതിനകത്ത് എഴുതിയേക്കുന്ന 20 മിനിറ്റ് 30 മിനിറ്റ് തിളപ്പിച്ചാൽ മതി മാക്സിമം എഴുതിയേക്കുന്നേ. ഒരു 3/4 മണിക്കൂറായി തിളയ്ക്കാൻ എന്നിട്ടില്ല കേട്ടോ. എലൈറ്റ്. അപ്പം ഡേ ഇതുണ്ടോ, നിങ്ങൾ കിടക്കുന്നുണ്ടല്ലേ? അട ഇട്ട പോലെ തന്നെ കിടപ്പുണ്ട്. ഇനിയിപ്പോ 2 മണിക്കൂറൊക്കെ വേവണം എന്നുണ്ടെങ്കിൽ അത് 2 മണിക്കൂറൊന്ന് കൊടുക്കേണ്ടതാണ്. തൽക്കാലം ഞാൻ ഇതിപ്പോ കോരി കുടിക്കാം, എന്തായാലും പാല് കുടിക്കാമല്ലോ. അതുകൊണ്ട് എന്റെ പായസം ഏറെക്കുറെ ഫ്ലോപ്പായി പോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കവലിലുള്ളത് വാങ്ങരുത്. അല്ലെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ട് അടിക്കുക, മേടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് അടിച്ചിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിയാവും. അപ്പം പിന്നെ എന്താ പറയാ, ഇച്ചിരി വാങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് നെയ്യോ വെണ്ണയൊക്കെ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെതായ ആ റൂൾസ് തെറ്റിക്കണ്ട. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചേക്കാം ഒരു ലേശം. എന്നാലും ഇത് നോക്കിക്കത്, എന്നാലും എനിക്ക് വിഷമമായിരുന്നേ. പക്ഷെ ഇന്നാണ് ഞാൻ ഏതോ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ട് എല്ലാം കൂടെ ഒരു 1/2 മണിക്കൂർ എന്റെ പായസം റെഡിയായി. ഇതിപ്പോ ഞാൻ 3/4 മണിക്കൂർ ഞാൻ ഇവിടെ ക്യാമറയ്ക്ക് ഓഫ് ചെയ്ത് ഞാൻ ഇത് വേഗം വേണ്ടി കാത്തിരിക്കുക.
3/4 മണിക്കൂറായിട്ട് ഇത് ഇങ്ങനെ തിളച്ചോണ്ട് ദേ ഇട്ട വഴി കിടക്കുന്നുണ്ട്. ദേ ഇവിടെ നോക്കി. ശരിക്കും ഇത് നല്ലപോലെ വെന്ത് ഇങ്ങനെ നല്ല കുറുകി വരത്തില്ലേ? അങ്ങനെ ഇതാവുന്നില്ല. അതുകൊണ്ടോ എന്തിനും ആട്ടെ. അപ്പം ഇതാണ് എന്റെ പായസം. എന്റെ ഫ്ലോപ്പായ പായസം ഇതാണ്. ആരും ഇത് കണ്ട് അനുകരിക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ഈ പാക്കറ്റ് ആരും മേടിച്ച് അനുകരിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പാക്കറ്റ് മേടിച്ച് അനുകരിക്കരുത്. അല്ലെ കുക്കറിൽ ഇട്ടടിക്കുക. മിക്കവാറും ഒരു 2-3 ബിസിലൊക്കെ അടിച്ച് ചിലപ്പോൾ വെന്ത് കിട്ടുമായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.